ഇത്തവണ കേരളത്തിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറക്കും എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അതുമാത്രമല്ല, ഇത്തവണ തമിഴ്നാട് കൂടി ബി.ജെ.പി. അതായത് നരേന്ദ്രമോദി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്ന് നമുക്ക് നേരത്തെ തന്നെ വ്യക്തമായതാണ്. കാരണം പതിവിലധികം തവണയാണ് നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ എത്തിയത്, തമിഴ്നാട്ടിൽ സന്ദർശനങ്ങളൊക്കെ നടത്തിയത്. പലപ്പോഴും പ്രചാരണ വേളകളിൽ തമിഴ്നാടിന് വേണ്ട പലതരത്തിലുള്ള വികസനങ്ങളെക്കുറിച്ചും മോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോദിക്ക് തമിഴ്നാട്ടിൽ ഒരു സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാൻ ബി.ജെ.പിക്ക് ഇതിനോടകം കഴിഞ്ഞിട്ടുമുണ്ട്. ബി.ജെ.പി. സർക്കാർ ഇത്തവണ തമിഴ്നാട്ടിൽ താമര വിരിയിക്കും എന്ന കാര്യത്തിലും ഏകദേശം ഉറപ്പാണ്. തമിഴ്നാട്ടിൽ ബി.ജെ.പി. 1 മുതൽ 3 സീറ്റുകൾ വരെ നേടും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. തുടക്കം മുതൽ തന്നെ അണ്ണാമലൈ തമിഴ്നാട്ടിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അത്രയും നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തമിഴ്നാട്ടിൽ ബി.ജെ.പി. 1 മുതൽ 3 സീറ്റുകൾ വരെ നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. ബി.ജെ.പി. തമിഴ്നാട്ടിൽ അക്കൗണ്ട് തുറക്കുമെന്നും സീറ്റുകൾ നേടുമെന്നും അമിത്ഷാ നടത്തിയ പ്രഖ്യാപനത്തോട് അടുത്തു നിൽക്കുന്ന സർവേ ഫലം തന്നെയാണിത്. എ.ഐ.എ.ഡി.എം.കെയും ഡി.എം.കെയും ബലാബലമായിരിക്കുമെന്നും ഈ സർവേ ഫലം പറയുന്നു. എ.ഐ.എ.ഡി.എം.കെ 21 സീറ്റുകൾ നേടുമ്പോൾ ഡി.എം.കെ 22 സീറ്റുകൾ നേടും. കോൺഗ്രസിന് 6 മുതൽ 8 വരെ സീറ്റുകൾ ലഭിക്കുമെന്നും പറയുന്നു. തമിഴ്നാട്ടിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വിശദമായി പറയുന്നുണ്ട്. കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ വിജയിക്കാനുള്ള സാധ്യതയാണ് എക്സിറ്റ് പോൾ ഫലം മുന്നോട്ട് വയ്ക്കുന്നത്. ഡി.എം.കെയും കോൺഗ്രസും ഇടതു പാർട്ടികളും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം 36 മുതൽ 39 വരെ സീറ്റുകൾ നേടുമെന്നും ഫലം പ്രവചിക്കുന്നു. പ്രതിപക്ഷമായ എ.ഐ.എ.ഡി.എം.കെയ്ക്ക് 2 സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യതയാണ് എക്സിറ്റ് പോൾ ഫലം മുന്നോട്ട് വയ്ക്കുന്നത്. തമിഴ്നാട് പോലുള്ള ഒരു സംസ്ഥാനത്തിന് ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് ആദ്യ ദിശയിലേക്കുള്ള ചുവടുവയ്പ്പാണ്. ബി.ജെ.പിക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ പറഞ്ഞ ഒരു സംസ്ഥാനം. ഇന്നലെ വരെ എ.ഐ.എ.ഡി.എം.കെയും ഡി.എം.കെയും ഞങ്ങൾ നോട്ടാ പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് തങ്ങളുടെ പാർട്ടി വിഹിതം 20% മുകളിലാണെന്ന് തങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ജൂൺ 4-ന് തങ്ങൾ അക്കൗണ്ട് തുറക്കാൻ പോവുകയാണെന്നും സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് എൻ.ഡി.എയ്ക്കും ബി.ജെ.പിക്കും വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് എം.പിമാരെ അയക്കുമെന്നും തങ്ങൾ തെളിയിക്കും. തമിഴ്നാട്ടിലെ ജനങ്ങൾ പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുമെന്നും ലോക്സഭ എക്സിറ്റ് പോൾ റിപ്പോർട്ടുകളോട് തമിഴ്നാട് ബി.ജെ.പി. പ്രസിഡന്റ് കെ അണ്ണാമലൈ പ്രതികരിച്ചു. ദ്രാവിഡ പാർട്ടികളുടെ ആധിപത്യമുള്ള തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പ് മണ്ഡലത്തിലേക്ക് കാവ്യ രാഷ്ട്രീയവുമായി ഉദിച്ചുയർന്ന രാഷ്ട്രീയ നേതാവാണ് കെ അണ്ണാമലൈ. അദ്ദേഹത്തിന് കീഴിൽ ബി.ജെ.പി. ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് തന്നെയാണ് പ്രവചനങ്ങൾ. എൻ മണ്ണ് എൻ മക്കൾ എന്ന മുദ്രാവാക്യവുമായി അണ്ണാമലൈയുടെ നേതൃത്വത്തിൽ 7 മാസം നീണ്ട പദയാത്രയാണ് തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ ആത്മവിശ്വാസം ഉയർത്തുന്നത്. പല പൊതുവിഷയങ്ങളിലും ഭരണകക്ഷിയായ ഡി.എം.കെയ്ക്കെതിരായ അദ്ദേഹത്തിന്റെ രൂക്ഷമായ വിമർശനം, ഉറച്ചതും ആക്രമണാത്മകവുമായ സ്വഭാവം, ജനങ്ങളോടുള്ള സൗഹാർദ്ദപരമായ സമീപനം എന്നിവ അണ്ണാമലൈ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ബദൽ തേടുന്നവർക്ക് കൂടുതൽ പ്രിയങ്കരനാക്കിയതായി രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. പടിഞ്ഞാറൻ തമിഴ്നാടിന്റെ കേന്ദ്രമായ കോയമ്പത്തൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലമാണ്. ഡി.എം.കെയും എ.ഐ.എ.ഡി.എം.കെയുമാണ് പ്രധാന എതിരാളികൾ. തമിഴ് ദേശീയത ഉയർത്തിക്കാട്ടുന്ന നാം തമിഴർ പാർട്ടിയും ശക്തമായി രംഗത്തുണ്ട്. ചതുഷ്കോണ മത്സരമാണ് കോയമ്പത്തൂരിൽ ഇത്തവണ നടക്കുന്നത്.